ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് CBI. ഇത് സംബന്ധിച്ച് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ CBI അപേക്ഷ നൽകി. കേജ്രിവാളിന്റെ CBI കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാൻ ഇരിക്കെയാണ് നീക്കം. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഷമ്മി, ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് CBI അന്ന് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ കോടതി, റോസ് അവന്യൂ കോടതി ഉത്തരവിട്ടത് 3 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം CBI ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കോടതി ഇത് പരിഗണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് 7 മണിക്ക് മുൻപേ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ രാവിലെ തന്നെ CBI കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി ഈ വിഷയം പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കസ്റ്റഡി അപേക്ഷ അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ കുരുക്ക് വീണ്ടും മുറുകുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്നും ചിലപ്പോൾ കെജ്രിവാളിന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് CBI ഇത്തരത്തിലൊരു കുരുക്കുകൂടി കെജ്രിവാളിന് നൽകിക്കൊണ്ട് CBI കസ്റ്റഡി ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ഇന്ന് CBI കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ വീണ്ടും ഒരു ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നത് തീർച്ചയായും കെജ്രിവാളിനെ സംബന്ധിച്ച് കുറച്ചുകൂടി നിർണായകമാവുകയാണ്. ജാമ്യം പലതവണയും നിഷേധിക്കപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയിൽ ജാമ്യം കിട്ടുമെന്ന അവസ്ഥയിലേക്ക് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് CBI രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിനെതിരെ എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നും പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള എല്ലാ പൂട്ടും നോക്കുകയാണ് ഈ കേന്ദ്ര ഏജൻസികൾ എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല BJP സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുനിത കെജ്രിവാൾ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിനെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സുനിത കെജ്രിവാൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു പോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യം CBI ഉന്നയിക്കുമ്പോൾ ഇത് കൂടുതൽ കുരുക്കുകളിലേക്ക് പോവുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഷമ്മി, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേജ്രിവാളിനെ ജയിലിൽ തന്നെ കിടത്താനോ ഈ കേന്ദ്ര സർക്കാരും CBIയും ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്.